നമസ്കാരം. ഞാൻ എന്നെ മുഹമ്മദ് കുട്ടി. നിലപാടിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ നാടിൻ്റെ നട്ടെല്ലായ കർഷകൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയെക്കുറിച്ചാണ് എനിക്കിന്ന് സംസാരിക്കാനുള്ളത്. വനം വകുപ്പിന് നാട്ടിലെന്ത് കാര്യം എന്ന ചോദ്യം വെറും ഒരു വൈകാരികമായ ചോദ്യമല്ല, മറിച്ച് നിലമ്പൂർ കാടുകളുടെയും പശ്ചിമഘട്ടത്തിൻ്റെയും അടിവാരത്ത് ചോര നീരാക്കി മണ്ണിൽ പൊന്നി വിളയിക്കുന്ന ഓരോ കർഷകൻ്റെയും ഉള്ളിൽ നിന്നുള്ള നിലവിളിയാണ്. നിലമ്പൂർ മേഖലയിൽ കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ വന്യജീവി ആക്രമണത്തെക്കുറിച്ചുള്ള കണക്കുകൾ നോക്കാം. സംസ്ഥാന വനംവകുപ്പിൻ്റെയും നിയമസഭയിലെയും കണക്കുകൾ പ്രകാരം സമീപകാലത്ത് ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത വർഷങ്ങളിലൊന്നാണ് 2025. ഈ വർഷം മാത്രം മലപ്പുറം ജില്ലയിൽ പ്രധാനമായും നിലമ്പൂർ മേഖലയിൽ വന്യജീവി ആക്രമണങ്ങളിൽ 10 പേർ കൊല്ലപ്പെട്ടതായി കാണാൻ കഴിയും. കൂടാതെ 84 പേർക്ക് പരിക്കേറ്റതായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 2016 മുതൽ 2026 വരെയുള്ള കാലയളവിൽ കേരളത്തിൽ വന്യജീവി ആക്രമണങ്ങളിൽ ഏറ്റവും കൂടുതൽ മരണങ്ങൾ നടന്നത് 2018-19 വർഷങ്ങളിലാണ്. 147 മരണം. വലിയ തോതിൽ കൃഷിനാശം ഉണ്ടാവുകയും നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ ഡിവിഷനുകൾ ഉൾപ്പെടുന്ന മലപ്പുറം ജില്ലയിൽ വനം വകുപ്പിൻ്റെ ഈ ഡിസ്ട്രിക്ട് ഡാഷ്ബോർഡ് കണക്കുകൾ പ്രകാരം വന്യമൃഗശല്യം മൂലം പരിക്കേറ്റതിനും കൃഷിനാശത്തിനുമായി ഏകദേശം 984 അപേക്ഷകൾ ഔദ്യോഗികമായി ലഭിച്ചിട്ടുണ്ട്. ഇതിൽ 688 അപേക്ഷകൾക്ക് അംഗീകാരം നൽകുകയും നഷ്ടപരിഹാര തുക വിതരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. 2023-24 സാമ്പത്തിക വർഷത്തിൽ മാത്രം കേരളത്തിലുടനീളം വന്യജീവി ആക്രമണത്തിൽ നഷ്ടപരിഹാരമായി 21.79 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി വിതരണം ചെയ്തിട്ടുള്ളത്. നിലമ്പൂരിലെ ജനവാസ മേഖലകളോട് ചേർന്നുള്ള 25 പഞ്ചായത്തുകളിൽ നടത്തിയ സർവേ പ്രകാരം 50% കർഷകരും പ്രതിവർഷം 40% കൂടുതൽ വിളനാശം വന്യമൃഗങ്ങളാൽ നേരിടുന്നു. ആനകൾ കഴിഞ്ഞാൽ നിലമ്പൂർ മേഖലയിൽ ഏറ്റവും കൂടുതൽ നാശനഷ്ടം വരുത്തുന്നത് കാട്ടുപന്നികളും കാട്ടുപോത്തുകളുമാണ്. 2011-16 കാലയളവിൽ സംസ്ഥാനത്ത് ആകെ വിതരണം ചെയ്ത നഷ്ടപരിഹാര തുക 39.52 കോടിയായിരുന്നെങ്കിൽ 2016-2021 കാലയളവിൽ ഇത് 91.36 കോടി രൂപയായി വർദ്ധിച്ചു. നാം ചോദിക്കുന്നത് ഇത്രമാത്രം: മനുഷ്യൻ്റെ ജീവനാണോ അതോ മൃഗത്തിൻ്റെ ജീവനാണോ വില കൂടുതൽ? എന്തുകൊണ്ടാണ് മൃഗങ്ങൾ നാട്ടിലിറങ്ങുന്നത്? വനത്തിൽ അധിവസിക്കാനുള്ള ആവാസ വ്യവസ്ഥ കാടിനുള്ളിലില്ല എന്ന് തന്നെയാണ് കാരണം. വനത്തിനുള്ളിൽ ആവശ്യത്തിന് ഭക്ഷണവും വെള്ളവും ലഭിക്കുന്നില്ല. അക്കേഷ്യയും മഞ്ഞക്കൊന്നയും പോലുള്ള അധിനിവേശ സസ്യങ്ങൾ കാട് നശിപ്പിക്കുന്നു. ഇതിൽ മാറ്റം വരുത്തണം. കാടിനുള്ളിൽ ആവശ്യത്തിന് ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാൻ വനം വകുപ്പിന് കഴിയണം. വനത്തിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനും ജലസ്രോതസ്സുകൾ ഒരുക്കാനും വനം വകുപ്പിന് കോടിക്കണക്കിന് രൂപ സർക്കാർ നൽകുന്നുണ്ട്. ആ ഫണ്ട് എവിടെ പോകുന്നു എന്നന്വേഷിക്കണം. മറ്റ് ഇതര സംസ്ഥാനങ്ങളെ വനത്തിനുള്ളിൽ കുളങ്ങൾ നിർമ്മിച്ച് ലഭ്യത വനം വകുപ്പ് ഉദ്യോഗസ്ഥർ തന്നെ ഒരുക്കുകയാണ്. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് സുഖവാസം ഒരുക്കേണ്ടത് വനം വകുപ്പാണ്, അല്ലാതെ കർഷകൻ്റെ പറമ്പിലല്ല അവർക്ക് ഭക്ഷണം വിളമ്പേണ്ടത്. 2023-24 കാലയളവിൽ 21.79 കോടി രൂപയാണ് നഷ്ടപരിഹാരമായി വിതരണം ചെയ്തതെന്ന് വനം വകുപ്പ് പറയുന്നു. എന്നാൽ നിലമ്പൂരിലെ 50% കർഷകരും പ്രതിവർഷം 40%-ലധികം വിളനാശം നേരിടുന്നുണ്ട്. ഈ കിട്ടുന്ന തുച്ഛമായ തുക കൊണ്ട് ഒരു കർഷകന് തൻ്റെ നഷ്ടം നികത്താനാകുമോ? റബ്ബറും തെങ്ങും കവുങ്ങും വാഴയും നശിപ്പിക്കപ്പെടുമ്പോൾ വർഷങ്ങളുടെ അധ്വാനമാണ് ആനയുടെ ഒരൊറ്റ ചവിട്ടില്ലാതാകുന്നത്. സോളാർ ഫെൻസിങ്ങും കിടങ്ങുകൾക്കുമായി കോടികൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും അവയൊന്നും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തുന്നില്ല. വെറുതെ കാട്ടിൽ കിടങ്ങുകൾ കീറിയതുകൊണ്ടോ വേലി കെട്ടിയതുകൊണ്ടോ കാര്യമില്ല. അവ ഫലപ്രദമാണെന്ന് ഉറപ്പുവരുത്താൻ ഉദ്യോഗസ്ഥർക്ക് ബാധ്യതയുണ്ട്. ഇവിടെയാണ് വനം വകുപ്പിൻ്റെ പങ്ക് ചോദ്യം ചെയ്യപ്പെടുന്നത്. വനജീവികളെ വനത്തിനുള്ളിൽ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വനം വകുപ്പിനാണ്. എന്നാൽ ഇന്ന് സംഭവിക്കുന്ന എന്താണ്? ഒരു വന്യജീവി നാട്ടിലിറങ്ങി കർഷകൻ്റെ അധ്വാനം നശിപ്പിക്കുന്നു. അബദ്ധത്തിൽ ഒരു വന്യമൃഗം കർഷകൻ്റെ പറമ്പിലെ കിണറ്റിൽ വീണാൽ അല്ലെങ്കിൽ വൈദ്യുതി വേലിയിൽ തട്ടി ചത്താൽ ആ പാവം കർഷകനെതിരെ ക്രിമിനൽ കേസെടുക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ മത്സരിക്കുകയാണ്. സ്വന്തം പുരയിടത്തിൽ സുരക്ഷിതനായി ഇരിക്കാൻ പോലും കർഷകന് അവകാശമില്ലാത്ത അവസ്ഥ. നമ്മുടെ ആവശ്യം ഇതാണ്:
വന്യജീവികൾ നാട്ടിലിറങ്ങി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അതിന് ഉത്തരവാദികൾ വനം വകുപ്പ് ഉദ്യോഗസ്ഥരായിരിക്കണം. മൃഗങ്ങളെ വനത്തിനുള്ളിൽ നിർത്താൻ കഴിയാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ പോലീസ് കേസെടുക്കുന്ന നിയമ സംവിധാനം കേരളത്തിൽ വരണം. എങ്കിൽ മാത്രമേ കർഷകൻ്റെ ജീവന് സുരക്ഷയുണ്ടാകൂ. ഈ അവസരത്തിൽ സർക്കാരിനോടും വനം വകുപ്പിനോടും നമുക്ക് പറയാനുള്ളത് ഇതാണ്: വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം അത് സെക്ഷനിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കായിരിക്കണം. മൃഗങ്ങൾ നാട്ടിലിറങ്ങി ജീവഹാനിയോ കൃഷിനാശമോ ഉണ്ടാക്കിയാൽ ഉദ്യോഗസ്ഥർക്കെതിരെ അനാസ്ഥയ്ക്ക് കേസെടുക്കണം. പോലീസ് വകുപ്പാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ കേസെടുക്കേണ്ടത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിടുന്ന പ്രയാസങ്ങളുണ്ടെങ്കിൽ അത് കോടതിയെ ബോധിപ്പിക്കട്ടെ. അല്ലാതെ പാവപ്പെട്ട കർഷകരെ കേസിൽ കുടുക്കി ഉപദ്രവിക്കുകയല്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യേണ്ടത്. കാടിനുള്ളിൽ ഫലവൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കാനും കുടിവെള്ളം ഉറപ്പാക്കാനും അതുവഴി വനവൽക്കരണം നടത്താനും അടിയന്തര നടപടി സ്വീകരിക്കണം. നിലവിലുള്ള തകർന്ന ഫെൻസിങ്ങുകൾ ഉടൻ നന്നാക്കുകയും ദ്രുതകർമ്മ സേനയുടെ പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുകയും വേണം. മണ്ണ് വിട്ട് നമുക്കൊരു ജീവിതമില്ല. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ്റെ കണ്ണീർ കാണാതെ പോകാനുമാവില്ല. വന്യജീവികളെ കാട്ടിൽ സംരക്ഷിക്കൂ, മനുഷ്യനെ നാട്ടിൽ ജീവിക്കാൻ അനുവദിക്കൂ എന്ന സന്ദേശം ഉച്ചത്തിൽ മുഴങ്ങേണ്ടതുണ്ട്. കർഷക വിരുദ്ധ നിയമങ്ങൾ മാറണം. കർഷകനെ സംരക്ഷിക്കുന്ന നിയമങ്ങൾ ഇവിടെ വരേണ്ടതുണ്ട്. നമ്മുടെ ഈ പോരാട്ടം വിജയിക്കുന്നവരെ നമ്മൾ ഒരൊറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങണമെന്നാണ് എനിക്ക് ഇവിടെ അഭ്യർത്ഥിക്കാനുള്ളത്.